സൗത്ത് കർണാടകയിലെ ദണ്ഡേലിയിൽ റിവർ റാഫ്റ്റിങ്ങിന് പോയ ഒരു പറ്റം യുവാക്കളുടെ കരളലിയിക്കുന്ന കഥയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഒരാളിപ്പം താഴെ പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് സമയം പോലും ആയില്ല, അടുത്തതോ ഇപ്പം തൊഴിഞ്ഞു പോകും, പോയി. ുള്ള ട്രെയിലർ കട്ടുകളാണ് നിങ്ങളെ ആദ്യം കാണിച്ചത്. വേറൊന്നുമല്ല, കുറച്ചു നേരം പിടിച്ചിരുത്തി ഇത് മൊത്തം കാണിക്കണ്ടേ. ഇതൊക്കെയാണ് തുടക്കമായിരുന്നത്. ആദ്യം എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് ഇങ്ങനെ കിടന്ന് ചിരിയും കളിയൊക്കെ ആയിരുന്നു. അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. ലോ ആ വെട്ടിയിട്ട് ഭാരത്തണ്ട് പോലെ പോണതാണ് ഈ കഥ പറയുന്ന ആള്, അതായത് ഞാൻ. അങ്ങ് വെള്ളത്തിൽ ചാടി കൊടുത്ത് എന്റെ വെയിറ്റിന് ഇതൊന്നും പറ്റാത്ത അവസ്ഥയായി. വല്ലവിധേന ആ കയറിൽ തൂങ്ങി കിടന്നത് കൊണ്ട് മുങ്ങി ചത്തില്ല. നീന്താൻ പിന്നെ അറിയാന്നുള്ളത് കൊണ്ട് പേടിക്കാനും ഇല്ലായിരുന്നു. ഓരോരുത്തർ കണ്ട എത്ര നിസ്സാരം, തലയും കുത്തി മറിഞ്ഞ് തവളയെ പോലെ ചാടി. എന്ത് സേഫ്റ്റി ജാക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും ആദ്യമായിട്ട് വെള്ളത്തിൽ വീഴുമ്പോൾ നമ്മളൊന്ന് താഴും. അപ്പോൾ നമ്മളൊന്ന് പാനിക്കാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് റാഫ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മളൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് പരിശീലിപ്പിക്കും. ആദ്യം ഇട്ടപ്പോൾ ഞാനും അങ്ങ് താഴെ പോയി. പിന്നെ കുറച്ച് സമയം എടുത്തു ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പഠിക്കാനായിട്ട്. പിന്നെ ഈ വെള്ളത്തിൽ കണ്ട് പിന്നെ നമ്മളത് തിരിച്ചവർ വലിച്ച് കരയിലോട്ട് കയറ്റും. നമ്മളെ കയറ്റാൻ കുറച്ച് പാടുപെട്ടു, എന്നാലും കുഴപ്പമില്ല. സൗത്ത് കർണാടകയിലെ ദണ്ഡേലി എന്ന് പറയുന്നൊരു സ്ഥലമാണത്. ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. വെസ്റ്റേൺ ഗാർഡ്സിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഫുൾ, അതായത് ഡെൻസ് ഫോറസ്റ്റ് ആണ്. അവിടെ ഉള്ളൊരു റിവർ റാഫ്റ്റിംഗ് ആണ് നമ്മളിപ്പം എക്സ്പീരിയൻസ് ചെയ്തത്. അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു പരിപാടിക്കും പോകാറില്ല. എവിടെ യാത്ര ചെയ്താലും വളരെ സേഫ് സൈഡായിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കും. പക്ഷേ നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഒരേ ഫ്രീക്വൻസിയിൽ ഉള്ളവരായതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ടും ഞാൻ കൂടെ കയറിയതാണ്. പക്ഷേ അത് കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പേടിക്കുന്ന പോലെയൊന്നും ഇല്ല. ഈ സേഫ്റ്റിയും മറ്റു കാര്യങ്ങളും ഇത്രയും ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പലരും ഇതുപോലെ മാറി നിൽക്കും. ഒരു ചെറിയൊരു പേടി ആദ്യം തോന്നുമെങ്കിലും പിന്നെ അതിൽ നമ്മളങ്ങ് ശീലിക്കും. നമ്മുടെ റാഫ്റ്റിംഗ് ഇതാ ഇവിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അതായത് ഫസ്റ്റ് ഈ ഒരു എഡ്ജ് വരുന്ന സ്ഥലം ഇതിൽ കാണുന്നൊരു ഫീൽ അല്ല കേട്ടോ. അപ്പോഴേ ആ സമയം നമുക്ക് ഉള്ള ഫീൽ എന്ന് പറയുന്നത് ആദ്യത്തതല്ലേ, അപ്പം നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയി, ഒരു രസമായി, മനസ്സിലായി. ആ കയറിൽ സൈഡിലൊരു കയറുണ്ട്, അതിൽ ഇറുക്കി മുറുകെ അങ്ങ് പിടിച്ചിരുന്ന പിന്നെ ഒരിടത്തും വീഴൂല എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ മലയാളികളല്ലേ, എവിടെ പോയാലും നമ്മളെ തുടക്കം തിത്തിത്താര തിത്തിത്തൈ വെച്ച് തന്നെ ആയിരിക്കും. ഈ ചാട്ടം നമ്മൾ കടന്നു പോയതാണ് ഓൾറെഡി. എന്നിട്ട് രണ്ടാമത് വീണ്ടും തിരിച്ചു വന്ന് അതിലോട്ട് കുത്തി കയറ്റി ഇപ്പൊ ഒരുത്തൻ തെക്ക് വടക്കനെ അങ്ങ് പോകും. ആ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ കണ്ടില്ലേ, അവനെ പിന്നെ കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് പിടിച്ചെടുത്തത്. ആള് പേടിച്ചില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മുഖം നിറയെ പേടിയായിരുന്നു. ആശാനങ്ങ് രണ്ടും കൽപ്പിച്ച് കണ്ണും അടച്ച് ഫ്ലോട്ട് ചെയ്ത് കിടന്നു. കുറച്ചു ദൂരം പോയി, എന്നിട്ടാണ് ആളിനെ കിട്ടിയത് തന്നെ. മനസ്സിന്റെ ഉള്ളിൽ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അല്പം ഉച്ചത്തിൽ ഇതുപോലെ പാട്ട് പാടിയാൽ മതി, ആ പേടിയൊക്കെ അങ്ങ് പോകും. അതെനിക്ക് ഇതോടുകൂടി മനസ്സിലായി. റിവർ റാഫ്റ്റിംഗ് പല ടൈപ്പിലുണ്ട് കേട്ടോ. നമ്മളവിടെ പോകുന്ന ഹോട്ടലിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അതൊരു പാക്കേജാണ്. ഇപ്പം നമ്മൾ പോയതെന്ന് പറയുന്നത് 1250 രൂപയ്ക്ക് 3 നേരത്തെ ഫുഡ്,
താമസം വിത്ത് റിവർ റാഫ്റ്റിംഗ് 1.5 കിലോമീറ്റർ മാത്രം. അത് അത് 1.5 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് 5.5 കിലോമീറ്റർ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് എക്സ്ട്രാ 500 റുപ്പീസ് കൂടെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 1750 രൂപയ്ക്കാണ് നമുക്കൊരു 1 ഡേ ഫുൾ പാക്കേജ്. പിന്നെ കുറച്ച് വാട്ടർ സ്പോർട്സ് ഗെയിംസും ഒക്കെ ഉണ്ട്. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല ഒരു മോഡറേറ്റ് ലെവലിലുള്ള വെള്ളവും മറ്റു കാര്യമാണ്. ജൂൺ ജൂലൈയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായ വെള്ളവും അത് ചിലപ്പോൾ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് അങ്ങനെ ഒരു ടെൻഷനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ദണ്ഡേലി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കാർവാറിൽ നിന്നാണ് ഏറ്റവും അടുത്ത്. നമ്മുടെ മാംഗ്ലൂര്, ഉടുപ്പി കഴിഞ്ഞ് കാർവാർ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ പോയി നോക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇത് ഫുൾ ഡെൻസ് ഫോറസ്റ്റിന്റെ നടുക്കാണ്. ആനയും മറ്റൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി കരടി, പുലി അങ്ങനത്തെ എല്ലാ ജീവികളും ഇവിടെ ഉണ്ട്. വഴിയിൽ പോകുമ്പോൾ എല്ലാം ബോർഡ് കാണാം. ഭാഗ്യത്തിന് നമ്മളൊന്നും കണ്ടില്ല. കിലോമീറ്ററുകളോളം, എത്രയോ കിലോമീറ്റേഴ്സ് നമ്മൾ സഞ്ചരിച്ചത് ഫോറസ്റ്റിന്റെ അകത്തുകൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ യാത്രയിൽ, നമ്മുടെ യാത്ര ഇത് ഇവിടെ മാത്രമല്ലായിരുന്നു, പക്ഷേ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ദണ്ഡേലി തന്നെയാണ്. ഏറ്റവും ഫേവറേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ദണ്ഡേലി തന്നെയായിരുന്നു. ദണ്ഡേലിയിലോട്ടുള്ള യാത്ര, അത് കഴിഞ്ഞിട്ട് പകല് ദണ്ഡേലിയിൽ നിന്ന് തിരിച്ചുള്ള യാത്ര, നമ്മുടെ ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഈ ദണ്ഡേലിയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ ഷുഗർ ഫാക്ടറീസും മറ്റും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരാൾ പോയിട്ട് തിരിച്ചു കയറി വരുന്നുണ്ട്, അടുത്ത ആള്. അപ്പോൾ ഈ ഷുഗർ കെയിൻ ഫാക്ടറീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഷുഗർ കെയിൻ പാടങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ പകലുള്ള യാത്രയിൽ രാവിലെ ഒരു 7 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നല്ല തണുപ്പും അതിൻ്റെ കൂട്ടത്തിൽ ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ പാടങ്ങൾ, അതായത് ഈ ഷുഗർ കെയിൻ പാടങ്ങൾ ഒന്ന് കാണണം. എന്ത് ഭംഗിയാണെന്നറിയാം. ആ വെളിച്ചം ഈ ചെടികൾക്കിടയിലൂടെ അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു ക്യാമറയ്ക്കും അത് ഒപ്പിയെടുക്കാൻ പറ്റില്ല. അതിന്റെ ഭംഗി, യഥാർത്ഥ ഭംഗി നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണും. ആ കണ്ണിൽ കിട്ടുന്ന കാഴ്ച നമുക്കൊരിക്കലും ക്യാമറയിൽ കിട്ടില്ല. ഈ യാത്ര പോലും ഇതല്ലായിരുന്നു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. നമ്മുടെ ഈ ക്യാമറയിൽ കാണുന്ന ഇതല്ല നമ്മുടെ എക്സ്പീരിയൻസ്. അതൊരു മറ്റൊരു തലത്തിലായിരുന്നു. എന്തായാലും ഈ സ്പോട്ട്, ദണ്ഡേലി എന്ന് പറയുന്ന സ്പോട്ട് മറക്കരുത്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്രോക്കഡൈൽ പാർക്കുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. നമുക്ക് റിവർ റാഫ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ മിസ് ചെയ്തു. നമുക്ക് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദണ്ഡേലി എന്ന് പറയുന്ന സ്ഥലം എപ്പോഴും ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പർദീസ് തന്നെയാണ്. ദണ്ഡേലിയെ പറയപ്പെടുന്നത് തന്നെ ഹെവൻ ഓഫ് ഫോറസ്റ്റ് എന്നാണ്. അപ്പൊ തന്നെ ഊഹിക്കാമല്ലോ. ഒരു 45 മിനിറ്റ്സ് ടൈമാണ് നമുക്ക് കിട്ടിയത് ഈ ഒരു 5.5 കിലോമീറ്റർ റാഫ്റ്റിങ്ങിന്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞ് തിരിച്ചടുത്ത് പോയി വീണ്ടും വരാനൊന്നും ഉള്ള ഇതില്ല. കാരണം അതൊക്കെ ഒരു ലൈഫ് ടൈമിൽ ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്താൽ മതിയാവും. അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് മറ്റുള്ളവരെ അറിയിക്കണം, അവർക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് തന്നെ. എന്തായാലും ശ്രമിക്കുക. ദണ്ഡേലി, എൻ്റെ നമ്പർ ഇതിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, എനിവേ താങ്ക്സ്. ഇനി കുറച്ചു നേരം എൻ്റെ ഈ ശബ്ദമില്ലാതെ തന്നെ ഒന്ന് കാണും. Okay, get back. And forward. Come on, body movement. Lean the body movement. 1,